ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊയിലാണ്ടി ഹാർബറിൽ ചൂണ്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഫുള്ള് കറവള്ള, മീനൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മളെ കല്ലിൻ്റെ മേലൊരു പരുന്ത് ഇങ്ങനെ നിന്നിട്ട് ഞണ്ടിനെ കുത്തിപ്പറിച്ച് തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി നോക്കിട്ടോ. അതിനൊരു പേടിയില്ല. അങ്ങനെ നമ്മൾ കാക്കയൊക്കെ നിലത്തുനിന്ന് കൊത്തി തിന്നുന്നുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ എന്തെല്ലോ കുത്തിപ്പറിച്ച് തിന്നു. ഭക്ഷണമൊന്നും കിട്ടായിട്ടയ്യോ. മറ്റ് മൃഗങ്ങളെ എല്ലാ മൃഗങ്ങളും തമ്മാമിൽ ഭക്ഷിക്കും. പക്ഷേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും മുകളിലാണ് പരുന്തിൻ്റെ സ്ഥാനം. പരുന്തിനെ ഭക്ഷിക്കുന്ന വേറെ മൃഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് അസിപ്രിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട പക്ഷിപിടിയൻ പക്ഷി എന്നറിയപ്പെടുന്ന ഒരു വർഗ്ഗമാണ് നമ്മുടെ പരുന്ത് വർഗ്ഗം. 60-ൽ പരം ഈ ഇനത്തിൽ 60-ൽ പരം പരുന്ത് വർഗ്ഗങ്ങളുണ്ടെന്ന് അറിയപ്പെടുന്നു. എന്തായാലും നല്ല വിശപ്പുണ്ടാവുമെന്ന് തോന്നിയിട്ട് ഞാൻ ചൂണ്ടിടാൻ വെച്ച ചെമ്മീനൊന്നിന് എടുത്തു കൊടുത്തതാണ്. എനിക്ക് പേടിയാകുന്നുണ്ട് കേട്ടോ, ഇതിനോട് കൊത്ത് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആൾ ഈസി ആയിട്ട് കൊണ്ട് കൊത്തിങ്ങെടുത്ത്. ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് പരുന്തിനെ കാണുന്നത്. അതിനെക്കൊണ്ടുള്ള ഇത് കൊത്തിയാൽ ചിലപ്പം കൈ മുറിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പോകണ്ടേ, ഒക്കെ ഭയങ്കര ടെൻഷനല്ലേ. ആൾ സുഖമായിട്ട് അതിൻ്റെ തല ആദ്യം കുത്തി അങ്ങോട്ട് പറിച്ചിട്ട് ചെമ്മീനൊരു പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി. ആ ചെമ്മീൻ പെട്ടെന്ന് തീർത്തിട്ടോ. പിന്നെ അടുത്ത് ഇട്ട് കൊടുക്കാന്ന് ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു. ഒരുപാട് രാജ്യങ്ങൾ ദേശീയ ചിഹ്നത്തിൽ പരുന്തിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചേരപ്പരുന്ത്, കൃഷ്ണപ്പരുന്ത്, കായൽ പരുന്ത്, പ്രാപ്പിടിയൻ, മീൻ പരുന്ത്, ഇങ്ങനെ ഒരുപാട് പരുന്തുകളുണ്ട്. സ്വർണ്ണപ്പരുന്ത്, വെള്ളപ്പരുന്ത്, വെള്ളിപ്പരുന്ത്, അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് പരുന്ത് ഇനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പരുന്താണിത്. എൻ്റെ നാട്ടിൽ ഈ പരുന്തിന് ചേരപ്പരുന്തെന്നാണ് പറയുക. നല്ല ഭംഗിയുള്ള ഒരു പരുന്ത്. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.